അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ചു. നമ്മൾ വീണ്ടും പറശ്ശിനിക്കടവിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന വഴിക്ക് പെരുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പെരുമൺ ചുഴലി ഭഗവതി ക്ഷേത്രമുണ്ട്. ഇവിടെ ഒരുപാട് വഴിപാടുകളുണ്ട്. അതിലുപരിയായിട്ട് ഇതുണ്ടോ, മീനൂട്ട് നടക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള മീനൂട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മീനൂട്ടിന് രസീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് മലരൊക്കെ നമുക്ക് മീനൂട്ടിനായിട്ട് തരും. അപ്പോൾ നമുക്ക് മീനൂട്ട് നടത്താം. മീനൂട്ട് നടത്താനുള്ള മീനിലുള്ള ഫുഡ്, അതായത് മലരൊക്കെയാണ്, മലര് അവലൊക്കെയാണ് വാങ്ങിയിട്ട് വരുന്നത്. ഇനി നമുക്കിതാ ഈ കാണുന്ന പുഴയിലേക്കാണ് മീനൂട്ട് നടത്താനായിട്ട് പോകേണ്ടത്. ഇതാ ഈ കാണുന്ന പുഴയിൽ കണ്ടോ, ഇവിടെ ഒരുപാട് ആളുകൾ ഇതാ മീനൂട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മീനൂട്ട് നടത്തിയതിൻ്റെ ഈ മലരിൻ്റെ ഒക്കെ ബാക്കിയാണ് ഈ കാണുന്നത്. അപ്പം നമ്മളിതാ മീനൂട്ട് നടത്താൻ പോവാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് മീനൂട്ട് നടത്തുന്ന കാഴ്ച കാണാം. പതുക്കെ ഇട്ട് കൊടുക്ക്, പതുക്കെ നോക്കണോട്ടോ, അതിൽ വെള്ളത്തിലേക്ക് വീഴല്ലേ, പായലുണ്ട്, തെന്നി വീഴും. പതുക്കെ ഇട്ട് കൊടുക്ക്, പതുക്കെ നോക്കണോട്ടോ, വെള്ളത്തിലേക്ക് വീഴരുത്, പായലുണ്ട്, ശ്രദ്ധിക്കണം. അതെ, രാവിലെ തൊട്ട് മീന് ഇതിങ്ങനെ തിന്ന് പണ്ട് നമ്മൾ വരുമ്പോ ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മീൻ അങ്ങനെ അവിടെ നിന്ന് ഓടി വരും. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ഓടി വരുമായിരുന്നു. ഇന്ന് മീൻ കുറവായിട്ടാണോ അതോ രാവിലെ ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞിട്ടാണോ എന്നൊരു സംശയം. ഇതാ ഇടയ്ക്കിടയ്ക്കൊക്കെ മീൻ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ പോവാ. ഇനിയിപ്പോ ഒരുപാട് ഓടി എത്താണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. മീൻ കുറവാണ് മക്കളെ, എങ്കിലും നിങ്ങൾ വന്നു നോക്ക്, ചിലപ്പോൾ നല്ല മീനിനെ കാണാം. ഇത് കണ്ടോ, നമ്മൾ അവിടുന്ന് കയറി പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനുകളൊക്കെ വന്ന് തിന്നാൻ തുടങ്ങി, ഫുഡുകളൊക്കെ കഴിക്കാൻ തുടങ്ങി. കണ്ടോ, ഇപ്പൊ നമ്മുടെ ശബ്ദം കേട്ടിട്ടാണോ നമ്മുടെ കാലിന്റെ ഒച്ച കേട്ടിട്ടാണോ ഒന്നും അറിയില്ല, മീനുകൾ കുറവായിരുന്നു വരവ്. നമ്മളങ്ങ് തിരിച്ചു പോയപ്പോൾ മീനിങ്ങനെ വന്ന് നന്നായിട്ട് ഫുഡ് അടിക്കുന്നുണ്ട്. അവല്, മലര്, പൊരി അതൊക്കെ ഉണ്ട്. കണ്ടോ.